അതെന്റെ ഒരു സിനിമാ കുടുംബം ആയിട്ട് അവരവരെയൊക്കെ പറ്റി പറയാറുള്ളത്. ഇപ്പൊ ഒടുവിൽ ഉണ്ണേഷൻ ശങ്കരാടി തൊട്ട് ഈ പറഞ്ഞ പോലെ ശ്രീനിവാസൻ വരെയുള്ള ആൾക്കാർ. അപ്പോൾ ഇന്നസെന്റും ലളിത ചേച്ചിയും ഒന്നും ഇല്ലാതെ ഒരു സിനിമ എടുക്കാനെ പറ്റി എനിക്ക് അത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവരില്ല എന്നുള്ളത് ഇപ്പൊ വലിയ മിസ്സിംഗ് ആണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് പലരുടെയും മുഖങ്ങളില്ലാതാവും, പല ക്യാരക്ടേഴ്സിന്റെയും ആര് ചെയ്യും എന്നുള്ള അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ് ആസ് എ ഡയറക്ടർ. അപ്പം ഇവരാരും ഇപ്പൊ ഇല്ല എന്നുള്ളത് വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. തോന്നാറുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ആരോഗ്യമുള്ളപ്പോൾ അവരുടെ വളരെ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം അവരെ എന്റെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം നെടുമുടി വീണു ആയാലും അല്ലെങ്കിൽ കെ.പി. ശ്രീനിധി ആയാലും ഇന്നസെന്റ് ആയാലും ആ തലമുറയുള്ള മാമുക്കോയ, ഒടുവിൽ ഉണ്ണേഷൻ, ഇവരൊക്കെ എന്റെ സിനിമകളിലെ ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു. കറക്റ്റാണ്. വേറെ ഏത് ഡയറക്ടേഴ്സിന്റെ സിനിമകളിൽ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ പണ്ട് തൊട്ട് തന്നെ ചില ടീമുകളുണ്ട്, അവർക്കൊരു മാറ്റങ്ങളില്ല. അവർക്ക് ആ സിനിമയിൽ ചാൻസ് ഉറപ്പാണെന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കെ.പി. ലളിത, ഇന്നസെന്റ്, മാമുക്കോയ, ശങ്കരാടി, ഒടുവിൽ കൃഷ്ണൻ, പിന്നെ ഉണ്ട് മീന, ഫിലോമിന. അന്നത്തെ സമയത്ത് സത്യനന്ദിക്കാടിന്റെ പടങ്ങളില്ലാത്ത പടങ്ങളില്ല. എടുത്തു നോക്കി സസ്നേഹത്തിലൊക്കെ ഫിലോമിയുടെ റോൾ എന്താണ്? സസ്നേഹം, സ്നേഹസാഗരം, പിന്നെ പെൺകുട്ടികളുടെ താറാവ്, അങ്ങനെ ഒരുപാട് മൈഡിയർ മുത്തച്ഛൻ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഫിലോമിനൊക്കെ തകർത്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ സത്യനന്ദിക്കാടിന്റെ സിനിമ കാണുമ്പോഴാണ് ഇവരൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്, എല്ലാവരും ഒരുമിച്ച് മിസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള പല സിനിമകൾ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ അതിൽ വന്നു പോകും. പക്ഷെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ നോക്കുമ്പോൾ ഈ ടീമുകളൊക്കെ ഉണ്ടാവും. അതായത് അന്നത്തെ ലെജൻസ് എല്ലാവരും അടങ്ങിയ സിനിമയായിരിക്കും സത്യം. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ശരിക്കും ഭയങ്കര മിസ്സിംഗ് തന്നെ ആയിരിക്കും. കാരണം അത് കാണുമ്പോൾ നമുക്ക് ഇത്രയും ടൈമിൽ അദ്ദേഹത്തിന്റെ കാര്യം പറയാനുണ്ടോ?